ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കേശവന്റെ പരീക്ഷണ ശക്തി. ഉത്തരയ്ക്ക് ഇതാണ് മാസം. അന്തഃപുരത്തിലുള്ളവർക്ക് ഓരോ നിമിഷം കഴിയും തോറും അസ്വസ്ഥത വർദ്ധിക്കുകയാണ്. ഉത്തരയ്ക്കും ആദിയുണ്ടെന്ന് വ്യക്തം. കുന്തി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മകളെ, പ്രസവം അടുക്കും തോറും അമ്മമാർ ആനന്ദചിത്തരായി വേണം വസിക്കേണ്ടത്. നിനക്ക് ഈ പൗർണമിക്ക് മുമ്പ് പ്രസവം കാണും. വളരുന്ന പിറ പോലെ പൂർണ്ണനായി വരും നിന്റെ തനയൻ. നീ വേവലാതി ഒഴിവാക്കി ആനന്ദം കൊള്ളണം. നിന്റെ വദനം കാണുമ്പോൾ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. ഉത്തര പറഞ്ഞു, അമ്മേ, എൻ്റെ നെഞ്ച് നിലവിട്ട് തുടിക്കുകയാണ്. 2 ദിവസമായി വയറ്റിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ചലനം കുറവുള്ളതുപോലെ. 2 ദിവസത്തിനു മുൻപ് സായാഹ്നത്തിൽ അനന്തതയിൽ നിന്നും ആകാശത്തിൻ്റെ വാതിൽ തുറന്ന് ഒരഗ്നിഗോളം എന്നിലേക്ക് പാഞ്ഞു വരുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഉദ്യാനത്തിൽ കർണികാര പൂക്കളിറുത്ത് മാല കോർക്കുകയായിരുന്നു. അപ്പോൾ അഗ്നിഗോളം എൻ്റെ വയറ്റിൻ്റെ നേർക്കാണ് വന്നത്. ആ സമയത്ത് ഉദരം വല്ലാതെ കമ്പിക്കുകയും വിറയ്ക്കുകയും ചെയ്തു. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. ആ നിമിഷം മുതൽ ഒരു കനത്ത ഭയം എന്നിൽ പടർന്നു കയറിയിരിക്കുന്നു. ഉത്തരയുടെ കഥ കേട്ട് കുന്തി ഞെട്ടി വിറച്ചു. അശ്വത്ഥാമാവേ, നിന്റെ അമ്പ് ഈ പിഞ്ചു പൈതലിനെ കൊന്നുവോ? കുന്തി മനസ്സിലോർത്ത് വ്യാകുലപ്പെട്ടു. ഉത്തരയെ കുന്തി ആശ്വസിപ്പിച്ചു. ശാപകഥയൊന്നും അവളോട് പറയാതെ കുന്തി ഉത്തരയ്ക്ക് ധൈര്യം പകർന്നു. പ്രസവകാലത്ത് സ്ത്രീ പതറാൻ പാടില്ല. നല്ല ധൈര്യം കാണിക്കണം. ഒരു കുരുന്നു ജീവന് ജന്മം നൽകി ഭൂമിയിലെ അധിവാസത്തിന് അർത്ഥമുണ്ടാക്കുകയാണ് അവൾ. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഉത്തരയുടെ മുഖം ചെന്താമര പോലെ ചുവന്നു നിന്നു. കുന്തി എന്നും കേശവന്റെ രഥചക്രത്തിന് കാതോർക്കുകയാണ്. വിവരം മുഴുവൻ ധരിപ്പിച്ച് ദൂതനെ അയച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. മാധവൻ വന്നു ചേർന്നില്ല. കേശവൻ എത്താതിരുന്നാൽ അനന്തരകാര്യം കുന്തിക്ക് ഊഹിക്കുവാൻ പോലും ആവുകയില്ല. ദ്വാരകയിൽ നിന്നും ദൂതവാക്യം കേട്ടു. തിരിച്ചാലും എത്തുവാൻ സമയം കഴിഞ്ഞു. ദൂതൻ വന്ന് ദ്വാരകയിൽ പറഞ്ഞപ്പോൾ തന്നെ കേശവൻ എല്ലാം ഊഹിച്ചറിഞ്ഞു. അഷ്ടൈശ്വര്യ സിദ്ധിയുള്ളവർക്ക് ഭാവി ഊഹനീയമാണല്ലോ. കേശവൻ ദൂതനോട് പറഞ്ഞു, താങ്കൾ മുന്നാലെ പോകണമെന്നില്ല. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഒത്തുപോയാൽ മതി. ദൂതനും അത് സമ്മതിച്ചു. അങ്ങനെ ദൂതൻ എത്തി 4-ാം നാളാണ് മാധവൻ ഹസ്തിനപുരത്തിന് തിരിച്ചത്. ഇത്തവണ ഭാര്യമാരെയും പുത്രന്മാരെയും കേശവൻ കൂട്ടിയിരുന്നു. ഹസ്തിനാപുരം കാണുക അവരുടെയും ഒരാഗ്രഹമായിരുന്നു. മാധവൻ ഹസ്തിനാപുരത്തിലെത്തുമ്പോൾ ഉത്തര പ്രസവത്തിൻ്റെ ഈറ്റുനോവിലായിരുന്നു. കഠിന വേദന കൊണ്ട് പുളയുകയാണ് ആ പെൺകുട്ടി. പരിചാരികകൾ വേണ്ട ഉപചാരങ്ങൾ നടത്തുന്നുണ്ട്. മുള്ളിൽ ചവിട്ടി നിൽക്കുന്നത് പോലെയാണ് കുന്തി നിൽക്കുന്നത്. ഏത് സമയവും ഉത്തര പ്രസവിക്കാം. അപ്പോൾ മാധവൻ അവിടെ ഇല്ലെങ്കിൽ? എല്ലാം അറിയുന്ന കേശവൻ എന്തേ വരാതിരിക്കുന്നു? വിതുരരും മറ്റ് കൗരവശ്രേഷ്ഠരും പ്രസവ വാർത്തയറിയുവാൻ പൂമുഖത്ത് കാത്തിരുന്നു. കൗരവ പാണ്ഡവ കുലത്തിൻ്റെ അനന്തരാവകാശിയാണ് അവിടെ ജന്മം കൊള്ളുന്നത്. ഒരു പരിചാരിക വന്ന് കുന്തിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. കേശവ! ഹൃദയം തുറന്ന് കുന്തി വിളിച്ചു. അവർ ധൃതിയിൽ ഈറ്റുപുരയിലേക്ക് ഓടി. ഉത്തര പ്രസവിച്ചു. വായ്ക്കുരവ ഉയർന്നു. ശംഖനാദമുയർന്നു. സന്തോഷത്തിൻ്റെ പക്കമേളം ഈറ്റില്ല പൂമുഖത്ത് ആരംഭിച്ചു. ഇത് കേട്ടുകൊണ്ടാണ് മാധവൻ തേരിൽ നിന്നും ഇറങ്ങിയത്. പൊടുന്നനെ എല്ലാം അവസാനിച്ചു. അന്തഃപുരത്തിന് മുകളിൽ കറുത്ത മേഘം കുട പിടിച്ചു നിന്നു. ആക്രന്ദനങ്ങളുടെ ശബ്ദമുയർന്നു.
കേശവനെ കണ്ട വിതുരൻ ആനന്ദത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അവരുടെ കർണപുടത്തിൽ കരച്ചിലിൻ്റെ ശബ്ദം വന്നു വീണു. ഉദ്വേഗത്തോടെ വിതുരൻ നിന്നു. മാധവൻ പുഞ്ചിരിച്ചു. ഇതിനകം മാധവൻ വന്ന വാർത്ത ആരോ കുന്തിയെ അറിയിച്ചു. ആഹ്ലാദവും വേദനയും ഇടഞ്ഞുടഞ്ഞുണർന്ന് കുന്തി മാധവൻ്റെ മുമ്പിലെത്തി. വാക്കുകൾക്ക് അവർ പരതി. ഭാഷ നിർവീര്യമാകുന്ന മുഹൂർത്തം. കുന്തിയുടെ പിന്നാലെ വന്ന സുഭദ്രയ്ക്കും ദ്രൗപദിക്കും വാക്കുകളില്ലായിരുന്നു. കുന്തി ഒരു വിധത്തിൽ പറഞ്ഞു, കേശവ, അശ്വത്ഥാമാവിൻ്റെ വരം ഫലിച്ചു. ചാപിള്ളയായിട്ടല്ല കുഞ്ഞ് പിറന്നതെങ്കിലും പ്രസവിച്ച ഉടനെ മരിച്ചു. കാർമേഘം പോലെ കറുത്തു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഇടനെഞ്ച് ഇടിഞ്ഞു തകരുകയാണ്. മാധവ, വരൂ, അന്ന് ഗംഗാതടത്തിൽ നീ നടത്തിയ പ്രതിജ്ഞ പാലിക്കൂ. സത്യം പിറക്കട്ടെ, വളരട്ടെ. ഇങ്ങനെ പറഞ്ഞ് കുന്തി തേങ്ങി തേങ്ങി കരഞ്ഞു. സുഭദ്ര വിതുമ്പിക്കൊണ്ടു പറഞ്ഞു, ഉത്തരയുടെ മകൻ മരിച്ചുപോയി. അഭിമന്യുവിന് തിലോദകം അർപ്പിക്കുവാനുള്ള ആൺതരിയാണ് അശ്വത്ഥാമാവിൻ്റെ ശരമേറ്റ് കരിഞ്ഞത്. പാണ്ഡവകുലത്തിൻ്റെ നാരായ വേരാണ് ക്രൂരനായ ഒരുവൻ്റെ ശരമേറ്റ് നശിച്ചത്. കേശവ, നീ മാത്രമാണ് സത്യം, നീ മാത്രമാണ് നിത്യൻ. എൻ്റെ പൗത്രനെ രക്ഷിച്ചു തരൂ. അവനെ ജീവിപ്പിച്ച് ഞങ്ങളുടെ ആദി അകറ്റൂ. സ്ത്രീകൾ തേങ്ങിക്കരഞ്ഞു. തളർന്നിരുന്നപ്പോൾ കേശവൻ ഈറ്റില്ലത്തിലേക്ക് നടന്നു. ദ്രൗപദി കേശവന് മാർഗദർശിയായി. വിതുമ്പുന്ന മനസ്സുമായി വേദനയുടെ കറ്റ പോലെ കിടക്കുകയാണ് ഉത്തര. കേശവൻ വരുന്നത് കണ്ട് ശരീരം മറച്ച് അവൾ കിടന്നു. ഈറ്റില്ലം കാത്തുനിന്ന സ്ത്രീകൾ മാറി. കേശവൻ അവരെ നോക്കി. പാവം സ്ത്രീകൾ അന്തഃപുരത്തിലെവിടെയോ ഒളിച്ചു. ഈറ്റില്ലത്തിനകത്ത് പരിചാരക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളും പുറത്തുപോയി. കേശവൻ അന്തഃപുരത്തിലെ ഈറ്റുപുരയിൽ കയറി. ചുണ്ട് വിറച്ചു. കണ്ണുനീര് തുടയ്ക്കാതെ ഉത്തര പറഞ്ഞു, ദേവാ, കേശവ, എൻ്റെ സമീപം കിടക്കുന്ന അഭിമന്യുവിൻ്റെ പുത്രനെ നോക്കൂ. കറുത്ത് കരുവാളിച്ച് മൃതരൂപമായ ഇവനെയാണ് ഞാൻ പ്രസവിച്ചത്. എനിക്ക് ഭർത്താവില്ല, ആരുമില്ല. എന്നെ രക്ഷിക്കുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. പാണ്ഡവകുലത്തിൻ്റെ ശക്തി ഈ കുഞ്ഞിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇവനെ നശിപ്പിക്കാതെ രക്ഷിക്കുവിൻ കണ്ണാ, നീ മനസ്സൊരുക്കൂ. ഉത്തരയുടെ തൊണ്ട അടഞ്ഞു. മൃതദേഹമായി കിടക്കുന്ന കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ച് ഉത്തര കിടന്നു. കേശവൻ ഉത്തരയെ നോക്കി പറഞ്ഞു, ഉത്തരേ, കേശവൻ്റെ വാക്കുകൾ മാറുകയില്ല. ആഴിക്കും ആഴം കുറഞ്ഞ് അവിടം കുന്നാകാം. ഹിമക്കുന്നുകൾ അടർന്നൊഴുകി ആഴം തേടി ആഴിയാവാം. സമതലം തകർന്ന് കുന്നോ കുഴിയോ ആയി മാറാം. മേഘമാലകൾ തകർന്ന തരിപ്പണമാകാം. പക്ഷേ മാധവൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അത് സ്ഥിരമാണ്. നെറ്റിയിൽ ബ്രഹ്മൻ വരച്ച വര പോലും മാറാം. പക്ഷേ ഗോപാലൻ്റെ വാക്ക് നെടുതാണ്, ഒരിക്കലും കെടുതാവില്ല. ആദതായിയും ബ്രഹ്മഘാതിയും കൃതജ്ഞനുമായ അശ്വത്ഥാമാവ് കൊന്ന നിന്റെ മകൻ ജീവിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. ഇങ്ങനെ ഓതി കമണ്ഡലുവിൽ കരുതി വെച്ചിരുന്ന പുണ്യജലമെടുത്ത് കേശവൻ കൈക്കുടന്നയിലാക്കി അഭിമന്ത്രിച്ചു. ഉത്തര കേശവനെ നോക്കിക്കിടന്നു. ദ്രൗപദിയും സുഭദ്രയും കുന്തിയും കണ്ണുനീരിൽ കുതിർന്ന കേശവനെ നോക്കിയിരുന്നു. ദ്രൗപദിയും സുഭദ്രയും കുന്തിയും കണ്ണുനീരിൽ കുതിർന്ന് കേശവനെ നോക്കിയിരുന്നു. മാധവൻ്റെ ഭാവം പകർന്നു. വദനം ഇന്ദ്രനീലമിരട്ടിച്ച പോലെയായി. ചുണ്ടുകൾ കൂടുതൽ ചുവന്നു. കേശവൻ്റെ ശിരസിന് ചുറ്റും പ്രകാശം പരിവേഷമിട്ടു. മാധവൻ ജലം ശിരസിനു മുകളിൽ ഉയർത്തി. ഉത്തരയ്ക്ക് നേരിയ മയക്കം ബാധിച്ചു. കുന്തിക്കും ദ്രൗപദിക്കും സുഭദ്രയ്ക്കും കഠിനമായ ക്ഷീണം വന്നു. അവർ തറയിലിരുന്ന് പെട്ടെന്ന് മയങ്ങി. അന്തഃപുരം ജനശൂന്യമായി. മാധവനിൽ പ്രപഞ്ചം തുടുത്തു. സർവശക്തികളും കേശവൻ തന്നിലേക്ക് ആവാഹിച്ചു. ഐശ്വര്യസിദ്ധികൾ പൂർണ്ണരൂപത്തിൽ വിളങ്ങി. നാസികയിൽ നിന്നും ശംഖധ്വനി മുഴങ്ങി. കേശവൻ താമരയും ഇന്ദ്രനീലപ്പൂവും
ഒന്നു ചേർന്ന് വിളങ്ങും പോലെ തിളങ്ങി അന്തഃപുരത്തിൽ 1000 ദിവാകരന്മാർ ഒന്നിച്ചുദിച്ചുയർന്നു. പ്രകാശദ്യുതിയിൽ അത്ഭുത ശലാകയായി കേശവൻ നിന്നു. ഗോലോകം മാധവനിൽ വളർന്നു. അഷ്ടശക്തികളും ത്രിമൂർത്തികളും ദേവകളും ബന്ധാഞ്ജലിയായി വന്നു. എല്ലാവരെയും സാക്ഷി നിർത്തി മാധവൻ മന്ത്രിച്ചു. സത്യധർമ്മ പരിപാലനത്തിനായി അത്ഭുതകരമായ സൃഷ്ടി നടക്കട്ടെ. അനന്തതയിലേക്ക് പറന്നുയർന്ന ജീവനെ ഞാൻ ആവാഹിക്കുകയാണ്. ഒരിക്കലും നശിക്കാത്ത ജീവനെ ഇഷ്ടമുള്ള തടിയിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയും. ഇതാ ഈ കുമാരൻ ജീവിക്കുന്നു, ഇതാ ഈ കുമാരൻ ജീവിക്കുന്നു, ഇതാ ഈ കുമാരൻ ജീവിക്കുന്നു. അത്ഭുതകരമായ ഒരു ചൈതന്യം കേശവന്റെ മുഖത്തു നിന്നും പ്രസരിച്ചു. അത് ഭാഗീരഥി പോലെ അമൃതപ്രവാഹയായി മൃതദേഹത്തിൽ പതിച്ചു. പെട്ടെന്ന് ഉത്തരയുടെ മകന്റെ നിറം മാറി. കറുപ്പു തെളിഞ്ഞ് സുവർണഭാവം വളർന്നു. തേജോമയമായ ഒരു രൂപം കുഞ്ഞിൽ പൂർണ്ണമായി. ബ്രഹ്മാസ്ത്രം കെട്ടഴിഞ്ഞു മട്ടുമാറി മാധവനിൽ ലയിച്ചു. കുഞ്ഞിന് ജീവൻ വന്നു. പുത്തൻ നാമ്പിൽ വീണ മഴത്തുള്ളിയിൽ ആദ്യത്തെ തളിര് വളരും പോലെ ശിശുവിൻ്റെ കൺപോളകൾ വിടർന്നു. വദനം വികസിച്ചു. കാലുകൾ കുടഞ്ഞ് കൈകൾ കുടഞ്ഞ് അവൻ കരഞ്ഞു. ഈറ്റില്ലത്തിൽ കത്തിനിന്ന അഭൗമിക പ്രഭ മാധവനിൽ ലയിച്ചു. കുഞ്ഞിൻ്റെ രോദനം കേട്ട് ആദ്യമുണർന്നത് ഉത്തരയായിരുന്നു. കുന്തിയും ദ്രൗപദിയും സുഭദ്രയും ഞെട്ടിയുണർന്നു. ഈറ്റില്ലത്തിൽ ആഹ്ലാദം അലയടിച്ചു. സുഭദ്ര കുഞ്ഞിനെ വാരിയെടുത്തു. പുഞ്ചിരിക്കുന്ന മാധവന്റെ പാദത്തിൽ അവനെ നിവേദ്യമായി അർപ്പിച്ചു. കുന്തി മാധവന്റെ കരത്തിൽ ബലമായി പിടിച്ചു. മാധവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അമ്മായിക്ക് ഏറെ പ്രായമായിരിക്കുന്നു. അവരുടെ മുഖത്ത് ജര കുടിയിരിക്കുന്നു. ശിരസിൽ കറുപ്പ് ഇനിയില്ല. പഞ്ഞിക്കെട്ടായ ഖബരി ചുവന്ന മുഖത്തിനഴകാകുന്നു. കുന്തിയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ തെളിരേഖകൾ. കുടുംബം നിന്നതാണ്. അണഞ്ഞുപോയ കണ്ണികയാണ് വിളക്കി പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഇനിയും വർഗം തുടരും. പാണ്ഡവരുടെ കുലം നശിക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ കരത്തിൽ ഹസ്തിനാപുരം ഇനിയും ശക്തി നേടും. മാധവൻ അമ്മായിയുടെ മുഖത്തേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മായി, ആശ്വാസമായില്ലേ? രാഗവും താളവും മാറിയെങ്കിലും സംഗീതം തുടരുക തന്നെ. പ്രകൃതിക്ക് മാറ്റമുണ്ടെങ്കിലും അതിൻ്റെ ജൈവികതയ്ക്ക് മാറ്റമില്ല. ഇനി സ്വസ്ഥമായി വസിക്കുക. കുലം ക്ഷയിച്ച കാലത്തുണ്ടായ ഈ പുത്രന് നമുക്ക് പരീക്ഷിത്ത് എന്ന് പേരിടാം. കുന്തി പതുക്കെ പറഞ്ഞു. കൃഷ്ണ, എല്ലാം അർത്ഥവത്തായി. കേശവൻ പുഞ്ചിരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം അശ്വമേധം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ കേട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറുമാണ് കഥയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിയുക. ഓക്കെ, താങ്ക് യു.